4 പെൺകുട്ടികൾ ഒരേ വയസ്സുള്ള, ഒരേ സ്ഥലത്തുള്ള, ഒരേ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ദി ഫോർത്ത് മർഡർ കേസ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഓരോ ആത്മാക്കളും പറയാൻ ബാക്കി വെച്ച് പോകുന്ന ചില രഹസ്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. 1915 ഇടുക്കി ജില്ലയിൽ ഒരു പ്രദേശത്ത് 4 പെൺകുട്ടികൾ മരണപ്പെടുന്നു. ഈ 4 പെൺകുട്ടികളും മരണപ്പെട്ട സ്ഥലത്ത് കാഞ്ഞിരത്തിന്റെ ഇലയുണ്ടായിരുന്നു. ഇവരുടെ മരണ കാരണവും ഈ കഥയുടെ ചുരുളഴിയാൻ പോകുന്നതും ഇതേ ഇല കൊണ്ടാണ്. ആ നാട്ടിലുള്ളവർ വിശ്വസിച്ചിരുന്നത് ഇതൊരു പ്രേതത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നും അതൊരു ശാപം പിടിച്ച സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. പക്ഷെ ഇത് അങ്ങനെ ഒരു ദുർമരണമല്ല എന്ന് കണ്ടെത്താൻ ഇത് തുടങ്ങി വെച്ച ആള് തന്നെ വേണ്ടി വന്നു. പനി കാരണം മരണപ്പെട്ടു പോയ ഒരു മകളുടെ അച്ഛൻ, ഭാര്യ മരണപ്പെട്ട് റിട്ടയർമെന്റ് ലൈഫിൽ തനിച്ചായ വേലുമാഷ്. പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വേലുമാഷ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്ന ദുസ്വപ്നങ്ങൾ ഈ മരണങ്ങളെപ്പറ്റി വേലുമാഷിനെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ദുർമരണങ്ങളെപ്പറ്റി ആഴത്തിൽ അന്വേഷിച്ച വേലുമാഷിന് വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. തൻ്റെ മകൾ മരിച്ച അതേ ദിവസമാണ് ഈ 4 പെൺകുട്ടികളും ജനിച്ചിട്ടുള്ളത്. പതിവായി ദുസ്വപ്നങ്ങൾ കണ്ടിരുന്ന മാഷ് പെട്ടെന്നൊരു ദിവസം തനിക്കേറെ പരിചയമുള്ള ഒരാളെ സ്വപ്നം കാണാണ്. ആ സ്വപ്നത്തിൽ നിന്ന് മാഷ് ഞെട്ടി എണീറ്റു. അയാൾ മാഷെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും മാഷിന് ഒരു പിടിയും കിട്ടുന്നില്ല. അന്നത്തെ രാത്രി മാഷ്ക്ക് അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം മാഷിൻ്റെ ഓർമ്മകളുടെ താളുകളിൽ നിന്ന് മാഷ് അയാളെ കണ്ടെത്തി. കോര. വർഷങ്ങൾക്ക് മുമ്പ് താൻ പഠിപ്പിച്ച തൻ്റെ വിദ്യാർത്ഥിയാണ് കോര. ഏതോ ഒരു അജ്ഞാത ശക്തി കോരയെക്കുറിച്ച് അന്വേഷിക്കാൻ മാഷ വല്ലാതെ പ്രേരിപ്പിച്ചു. പക്ഷെ കോരയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതിരുന്ന മാഷിന് അറിയാൻ സാധിച്ചത് കോരയ്ക്ക് ജീവിച്ചിരിക്കുന്ന ഒരു സഹോദരനുണ്ട് എന്ന് മാത്രമാണ്. ആരെയും പേടിപ്പെടുത്തുന്ന ഈ 4 പെൺകുട്ടികൾ മരണപ്പെട്ട ആ കാട്ടിലേക്ക് പോകാൻ മാഷ് തീരുമാനിക്കുകയാണ്. ഉൾക്കാട്ടിലേക്ക് കയറി ചെന്ന മാഷ് ആദ്യം കാണുന്നത് ആൾതാമസമില്ലാത്തൊരു വീടാണ്. ഏതോ ഒരു അജ്ഞാത ശക്തി മാഷ് ആ വീടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ആ വീടിനകത്തേക്ക് കയറി ചെന്ന മാഷ് അവിടെ കണ്ട കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടി. മരണപ്പെട്ടു പോയ ഈ 4 പെൺകുട്ടികളുടെ പേരും ആ ചുവരിൽ വളരെ വ്യക്തമായി എഴുതിയിരുന്നു. ഈ 4 പെൺകുട്ടികളുടെ പേര് കൂടാതെ ഒരാളുടെ പേര് കൂടി അവിടെ ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അനാമിക. വർഷങ്ങൾക്ക് മുമ്പ് പനി ബാധിച്ച് മരണപ്പെട്ടു പോയ തൻ്റെ സ്വന്തം മകൾ. പേര് മാത്രമായിരുന്നില്ല, അവിടെ നിന്ന് തൻ്റെ മകളുടെ സ്കൂൾ റിബണും കൂടി കിട്ടുന്നുണ്ട്. ഇതും കൂടി ആയപ്പോൾ മാഷ് ആകെ പതറി. ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. തൻ്റെ മകൾ പനി ബാധിച്ചല്ല മരണപ്പെട്ടതെന്നും തൻ്റെ മകളെ താനാണ് കൊന്നത് എന്ന ഓർമ്മ മാഷിന് അവിടെ വെച്ച് തിരിച്ചു കിട്ടും. സ്വന്തം മകളെ കൊന്ന് ആ ഓർമ്മ തൻ്റെ ഓർമ്മയിൽ നിന്ന് പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേലുമാഷ് മായ്ച്ചു കളഞ്ഞതാണ്. ഒരുമിച്ച് പഠിച്ചിരുന്ന തൻ്റെ മകളും കോരയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. തൻ്റെ വിദ്യാർത്ഥിയും സ്വന്തം മകളുമായുള്ള ബന്ധം ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന മാഷ് പല തവണ അത് വിലക്കുന്നുണ്ട്. എന്നിട്ടും ആ ബന്ധം തുടർന്നു പോന്നപ്പോൾ കാഞ്ഞിരത്തിൻ്റെ ഇല കൊടുത്തിട്ടാണ് സ്വന്തം മകളെ മാഷ് കൊല്ലുന്നത്. എന്നിട്ട് ആ കുറ്റം കോരയുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു.